പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, എനിക്ക് ഈ അവസരത്തിൽ വളരെ പ്രത്യേകമായി ഒരു ദൈവവചന ഭാഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണത്. ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തിരുവചനമാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. കള്ളന്മാർക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ചിന്തയുമില്ല. എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം, എങ്ങനെയെങ്കിലും കൊന്നൊടുക്കണം, എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ഇത്തരത്തിലുള്ള പ്രവണതകള്, പൈശാചിക പ്രവണതകള് ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് യുവജന പ്രേക്ഷിതര്, ക്രൈസ്തവ യുവജനത, പാലക്കാടൻ യുവജനത, ക്രൈസ്തവര് ഒരു വലിയ സന്ദേശവുമായി നിലകൊള്ളേണ്ടത്. ഏറ്റവും ആദ്യമേ തന്നെ ഓരോരുത്തരും സ്വന്തം താല്പര്യപ്രകാരവും സ്വന്തം കരുത്തു നേടിയതിൻ്റെയും വെളിച്ചത്തില് അവരവരുടെ തന്നെ കാവൽക്കാരായി മാറുക. പാലക്കാട് രൂപതയിലെ യുവതീ യുവാക്കന്മാര് ഓരോരുത്തരും അവരവരുടെ തന്നെ സംരക്ഷിത വലയം തീർക്കട്ടെ. വിശ്വാസത്തിന്റെ സംരക്ഷിത വലയത്തില് ഓരോരുത്തരും ജീവിക്കുവാൻ ബദ്ധശ്രദ്ധരാകട്ടെ. കള്ളൻ കടന്നു വരുന്നതിന് മുൻപ് ജാഗ്രത പാലിക്കുന്ന ഭവനങ്ങളില്, ജാഗ്രത പാലിക്കുന്ന ഹൃദയങ്ങളില് കള്ളന് സ്ഥാനമില്ല. ഏതെങ്കിലും തരത്തില് യുവാവോ യുവതിയോ എങ്ങോട്ടെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇടവരുന്നുവെങ്കിൽ, കള്ളന്മാര് കടന്നുകൂടി അവരെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇടവരുന്നുവെങ്കിൽ ക്രൈസ്തവ യുവജനത, പാലക്കാടൻ യുവജനത ഒന്നടങ്കം വിലപിക്കുകയാണ്. തങ്ങളുടെ ശരീരത്തിലെ ഒരവയവം നഷ്ടപ്പെട്ടതുപോലെ അവർ വിലപിക്കുകയാണ്. ശരീരത്തിലെ ഒരവയവം വേദനിക്കുമ്പോൾ സർവത്ര അവയവങ്ങളും വേദനിക്കുകയാ. പൗലോസ്ലീഹായുടെ സ്നേഹത്തിന്റെ ഭാഷ, ഐക്യത്തിന്റെ ഭാഷ, അവയവങ്ങൾ തമ്മിലുള്ള സംയോജിപ്പിന്റെ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വിശുദ്ധമായ സംരക്ഷിത വലയത്തിനുള്ളിലെ കാവൽക്കാരായി നമ്മളെ തന്നെ നിലനിർത്തേണ്ടിയിരിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള കള്ളന്മാരാണ്, മോഷ്ടാക്കളാണ് ഇന്ന് ക്രൈസ്തവ യുവജനതയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതെന്ന് സാധാരണ മനുഷ്യരായി നമുക്ക് മനസ്സിലാകും. കൂടുതൽ വിവരങ്ങളും കൂടുതൽ ബുദ്ധിയുമൊന്നും അതിനാവശ്യമില്ല. ക്രൈസ്തവ യുവതി യുവാക്കന്മാരെ, കത്തോലിക്ക യുവതി യുവാക്കന്മാരെ നോട്ടമിട്ടുകൊണ്ട് നടക്കുന്ന, വട്ടം കറങ്ങി നടക്കുന്ന കള്ളന്മാരുടെ ലോകം, ആഭാസന്മാരുടെ ലോകം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളാണ് ദൈവികമായ ശക്തിയില് കൂടുതൽ സംരക്ഷിതരായി മാറേണ്ടത്. അടുത്ത ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയ ലഹരി വസ്തുക്കളുടെ പറ്റുപുസ്തകത്തിൽ, അങ്ങനെയാണ് പത്രങ്ങൾ, മാധ്യമങ്ങള് അതിനെ വിശേഷിപ്പിച്ചത്. ചില വ്യക്തികൾ കൊണ്ടുവരുന്ന മയക്കുമരുന്നിന്റെ അടിമകള്, അവർക്ക് പകർന്നു കൊടുക്കുവാൻ, കൈമാറ്റം ചെയ്യുവാൻ ഉള്ള ലിസ്റ്റില് 250 പേരെ കണ്ടുകിട്ടിയിട്ടുള്ള 250 പേരുടെ ലിസ്റ്റില് പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ആൺകുട്ടികൾ തീർച്ചയായിട്ടും ആരുൾപ്പെട്ടാലും മോശമാണ്, പക്ഷേ അവരുൾപ്പെടെ ഉള്ള ഒരു ലഹരി വസ്തുക്കൾ നമ്മളിന്ന് പ്രതിജ്ഞ ചെയ്തു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ കൊടുക്കുകയോ ഒന്നുമില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തു. ഈ പ്രതിജ്ഞ നെഞ്ചിലേറ്റിക്കൊണ്ട് ഓരോരുത്തരും പോകണം. പാലക്കാട് രൂപതയിലെ ഒരു യുവാവിനെ കുറിച്ചും ഒരു യുവതിയെക്കുറിച്ചും ഒരാരോപണം, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരി വസ്തുക്കളുടെയോ ഉപയോഗം മൂലമുള്ള ആരോപണങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഇതിനെതിരെയൊക്കെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടി തന്നെയാ നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ സംരക്ഷിതരായിരിക്കുക, ധീരരായിരിക്കുക, കരുത്തുള്ളവരായിരിക്കുക, വിശ്വാസത്തിൽ കരുത്തുള്ളവരായിരിക്കുക. നമ്മൾ ഈശോയുടെ പ്രേക്ഷിതരാണ്. കത്തോലിക്ക വിശ്വാസത്തെ പരിത്യജിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും നമ്മുടെ അടുത്ത് വിലപ്പോവുകയില്ല എന്ന് എന്തുകൊണ്ട് ചങ്കൂറ്റത്തോടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? വളരെയേറെ അഭികാമ്യമായ, ആകർഷണീയങ്ങളായ പ്രലോഭനങ്ങൾ വരുമ്പോൾ,
വ്യക്തികളുടെ രൂപത്തിലും വസ്തുക്കളുടെ രൂപത്തിലുമൊക്കെയുള്ള അഭികാമ്യവും ആകർഷണീയവുമായ പ്രലോഭനങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പഠിച്ച് വിശ്വസിച്ച് വരുന്ന വിശ്വാസത്തിന്റെ വലയത്തിൽ നിന്നുകൊണ്ട് അതിനെ ചെറുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? എവിടെയാ നമ്മുടെ കരുത്ത് നഷ്ടപ്പെടുന്നത്? നമ്മുടെ ആത്മീയ ഊർജം എവിടെയാ നഷ്ടപ്പെടുന്നത്? നമ്മൾ തിരിച്ചറിയണം. ക്രൈസ്തവ യുവജനതയുടെ നേരെ വരുന്ന കൂരമ്പുകൾ, കള്ളന്മാര് തൊടുത്തുവിടുന്ന കൂരമ്പുകളെ ഒടിച്ചു മടക്കി തിരിച്ചയക്കാനുള്ള ധാർമ്മിക കരുത്ത്, വിശ്വാസത്തിന്റെ കരുത്ത് സമാർജിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു കള്ളനും നമ്മളെ മോഷ്ടിക്കാൻ, നമ്മളെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ, വേറെ ഒരുവന്റെയും കക്ഷത്തിൽ തലവെച്ചു കൊടുക്കാൻ നമ്മൾ യാതൊരു കാരണവശാലും ഇടവരുത്തുകയില്ല എന്ന് ശ്രദ്ധിക്കുക. പഠന മേഖലകളിൽ ജാഗ്രത പാലിക്കുക, സ്കൂളുകളിൽ ജാഗ്രത പാലിക്കുക, കോളേജുകളിൽ ജാഗ്രത പാലിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ സഹോദരങ്ങളെ കൂടി ബോധവൽക്കരിക്കാൻ ഇടവരത്തക്ക തരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം പാലക്കാടൻ യുവജനതയായ നമ്മൾ ഏറ്റെടുക്കുക. നിങ്ങളെ സഹായിക്കുവാൻ പാലക്കാട് രൂപത യുവജന സമൂഹം നേതൃത്വമുണ്ട്. പാലക്കാട് രൂപതയിലെ വൈദികരെ സഹായിക്കാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരർ, അഭിഷിക്തരായിട്ടുള്ളവരും അതുപോലെ മറ്റ് സിസ്റ്റേഴ്സ് ഒക്കെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സഹായിക്കാൻ ഏത് വിധത്തിലും ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അനാഥരല്ല, ആശ്രയമില്ലാത്തവരല്ല. ചങ്കൂറ്റത്തോടുകൂടി ഈശോയിലുള്ള വിശ്വാസം ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാലക്കാട് രൂപത യുവജനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെന്ന് പലരും സംസാരിച്ചു. ഞാനും അക്കാര്യം എടുത്തു പറയുകയാണ്. കാരണം യുവജനത രൂപതയുടെ ശക്തിയാ, കരുത്താണ്. ഈ കരുത്തിനെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ, വളർത്തുവാൻ ആവശ്യമായ സർവ്വസഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രൂപതയുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം, യുവജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം യുവക്ഷേത്രയുള്ള രൂപതയാ പാലക്കാട്. നമ്മൾ ശ്രദ്ധിക്കുക, യുവജനങ്ങൾക്ക് സമർപ്പിതമാ യുവക്ഷേത്ര, പേര് വിളിച്ചറിയിക്കുന്നത് പോലെ. ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനം നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ആദ്യത്തെ ചിന്ത വരുന്നത് യുവജനങ്ങളാണ്. നമ്മുടെ യുവജനങ്ങള് തെരുവിൽ അലഞ്ഞു നടക്കാൻ ഇടവരാതെ അവരുടെ ഭാവി ജീവിതം ശോഭനമാക്കി തീർക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് ആദ്യത്തെ ചിന്ത. രൂപതയിൽ ഒരു പ്രസ്ഥാനം തുടങ്ങിയ, ഒരു സ്ഥാപനം തുടങ്ങിയാൽ നമ്മുടെ യുവജനങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്ന ചിന്തയാ. ആ ചിന്തയുടെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞ പല പദ്ധതികളും രൂപതയിലുണ്ട്. അതിൻ്റെതായ നന്മകൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് രൂപതാ സമൂഹം മുഴുവനും ക്രൈസ്തവ രൂപതയിലെ യുവജനതയായ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പ്രത്യേകം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ആദരണീയനായ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം യുവജനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു മെസ്സേജാണ്, ഒരു കൊച്ചു മെസ്സേജ് പ്രകാരമാണ്: My message, especially to the young people, is to have courage to think differently, courage to invent, courage to travel the unexplored path, courage to discover the impossible, and to conquer the problems and succeed. These are great qualities that they must work forward towards. This is my message to the young people. This is my message to the young people, to have the courage to think differently. വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള ധൈര്യം. To have the courage to invent. കണ്ടുപിടിക്കാനുള്ള ധൈര്യം. പ്രിയപ്പെട്ടവരെ, വലിയ ടാലൻസ്, വലിയ കഴിവുകൾ നമ്മിൽ നിക്ഷിപ്തമാണ്. മഹാനായ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ളവരാണ് നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. യുവജനങ്ങളിൽ ഇതുപോലെ പ്രതീക്ഷ വെച്ച മറ്റൊരു രാഷ്ട്രീയ അധികാരി, ഒരു നേതാവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ നമ്മളെ തട്ടിയുണർത്തുന്നതാ. നമ്മളിൽ അടങ്ങിക്കിടക്കുന്ന കഴിവുകളെ, വാസനകളെ തട്ടിയുണർത്തുന്നതാ. അതുകൊണ്ട് അത്തരത്തിലുള്ള വാസനകളെ പ്രോത്സാഹിപ്പിക്കുക. രാഷ്ട്രത്തിനു വേണ്ടി, നാടിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി നമ്മുടെ കഴിവുകളെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക.
നിക്ഷേപകരാവുക നമ്മുടെ കഴിവുകളുടെ. അങ്ങനെ കഴിവുകളുടെ നിക്ഷേപകരായി രൂപതയെ വളർത്താൻ, വിശ്വാസത്തിൽ സ്വയം വളരാൻ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്ക് നെടുന്തൂണായി മാറാൻ ക്രൈസ്തവ യുവജനത, പാലക്കാടൻ യുവജനതയായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. ഈ വാക്കുകളോടെ എൻ്റെ ഈ ഉദ്ഘാടന സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു.